ചില വിശക്കുന്ന വേളകളിൽ നമുക്ക് റേഷൻ അരിയൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ കഴിക്കാൻ എന്തുണ്ടാക്കുമെന്ന് കൺഫ്യൂഷനായിരുന്നു. കാര്യം ചിക്കൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, വേറെ കറി വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ചിക്കൻ വലിയ പീസായിട്ട് അൽഫാം പീസായിട്ടാണ് വെട്ടി വാങ്ങിക്കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതിന് ലെഗ് പീസും എല്ല് വരുന്ന പീസുകളെല്ലാം കൂടെ എടുത്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ച് അതിലിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കുക്കറിൽ തന്നെ കേട്ടോ നന്നായി തിരുമ്മി മല്ലിയിലേക്ക് ഇട്ട് തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലും ഇച്ചിരി നെയ്യും ഒഴിച്ചിട്ട് ഒരു 1/4 ഭാഗം വേവുന്ന നമ്മുടെ റേഷനരിയുടെ ചോറും കോരി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്കറിൽ വെച്ച് അടച്ചിട്ട് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കണം കേട്ടോ. മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഈ മന്തി പോലെ 2 പച്ചമുളകൊക്കെ കൊത്തി വയ്ക്കാം, അത് വേണമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ 1/4 ഭാഗം എന്താ റേഷനരിയിട്ട് അടച്ചു വെച്ച് ഒറ്റ വിസിലിട്ട് തുറന്നെടുത്തപ്പോൾ ദാണ്ട സ്വാദിഷ്ടമായ ബിരിയാണി റെഡി. ഞാനിത് ബിരിയാണി എന്ന് പറഞ്ഞാണ് വെച്ചത്, പക്ഷേ പാത്തുട്ടി പറഞ്ഞു ഉമ്മച്ചി മന്തി തിന്നോലിരിക്കണമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പട്ട വകയെല്ലാം ചേർക്കണേ.